2 ദിവസം കൊണ്ട് 572 മില്ലിമീറ്റർ മഴ. ഇത്രയും മഴവെള്ളം ഒറ്റയടിക്ക് താങ്ങാൻ അനുയോജ്യമല്ല അവിടുത്തെ ഭൂപ്രകൃതി. സ്വാഭാവികമായും മണ്ണ് സൂപ്പർ സാച്ചുറേറ്റഡ് ആയിരിക്കും. കൂടുതൽ മഴ പെയ്യുന്നതോടെ മണ്ണൊലിപ്പും അത് ട്രിഗർ ചെയ്യുന്ന ഉരുൾപൊട്ടലും ഉണ്ടാകുന്നു. മലഞ്ചെരുവുകളിൽ പലതരത്തിലുള്ള സ്ലോപ്പ് മൂവ്മെന്റുകളാണ് നടക്കുന്നത്. ചില സ്ഥലങ്ങളിൽ ചെറിയ മണ്ണിടിച്ചിലാണ് സംഭവിക്കുന്നതെങ്കിൽ മറ്റു ചില സ്ഥലങ്ങളിൽ മണ്ണും പാറയും നിരങ്ങുകയാണ് ചെയ്യുന്നത്. ഒരു പ്രതലത്തിലൂടെ ഇത്തരത്തിൽ മണ്ണും പാറയും നിരങ്ങി നീങ്ങുന്നതിനെയാണ് ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്നത്. ഒരു സ്ഥലത്ത് നിന്ന് വലിയ പാറകൾ തെന്നി താഴേക്ക് വീഴുന്ന പ്രതിഭാസമാണ് റോക്ക് ഫാൾ അല്ലെങ്കിൽ ശിലാപതനം എന്ന് പറയുന്നത്. ഇതിൽ നിന്നൊക്കെ വിനാശകരമായതാണ് ഇപ്പോൾ സംഭവിച്ച ഡെബ്രി ഫ്ലോ രൂപത്തിലുള്ള ഉരുൾപൊട്ടൽ. ചെങ്കുത്തായ മലഞ്ചെരുവിലെ പാറയും ദ്രവിച്ച പാറയും മണ്ണും മരങ്ങളും എല്ലാം ശക്തിയായ ജലപ്രവാഹത്തോടൊപ്പം താഴേക്ക് പതിക്കുന്ന പ്രതിഭാസമാണിത്. ഇതിനു മുമ്പും മേപ്പാടിയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. 1984 ജൂലൈ 2 ദുരന്തത്തിൽ 18 ജീവനുകളാണ് പൊലിഞ്ഞത്. ഇനി 2019 പുത്തുമല ദുരന്തം എങ്ങനെയുണ്ടായി എന്ന് പഠിച്ച